നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വീടിനകത്ത് അവൾക്ക് ബലം കൂടും, അതിനുവേണ്ടിയായിരിക്കും. അവരുടെ രണ്ടുപേരുടെയും സന്തോഷം അക്കുച്ചേട്ടൻ കണ്ടതല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, ശ്രേയ കാരണം രമേശ് ചേട്ടന് സീറ്റ് കിട്ടിയില്ലേ? എത്ര നാളായി ആ മോഹം കൊണ്ട് നടക്കുന്നു. എല്ലാവരും രമേശ് ചേട്ടനെ കളിയാക്കിയിട്ടേ ഉള്ളൂ. അത് നടക്കാൻ പോകുമ്പോൾ നമ്മളും സന്തോഷിക്കണം. രമേശ് ചേട്ടൻ മെമ്പറാവുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ സന്തോഷം എന്നും ഉണ്ടാവുമെന്നോ? അതെന്താ? ശ്രേയയുടെ സ്വഭാവം നിനക്കറിയാലോ. നമുക്കിപ്പോ കൂടുതലൊന്നും ചിന്തിക്കണ്ട. നോക്കാം. ശരി. ഗുഡ് മോർണിംഗ്. ആകാശേ, കൃത്യം 10 മണിക്കാണ് എത്തിയല്ലോ. ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിലേ മുരുകൻ ആകാശിന്റെ ചെയർ റാഞ്ചിയെടുത്ത് പറഞ്ഞേനെ. കണ്ടോ, മുരുകൻ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു. രാജേന്ദ്ര സാറേ, രാവിലെ തന്നെ ആകാശ് സാറിന്റെ വായിരിക്കും എന്നെ കേൾപ്പിക്കല്ലേ. ആകാശ് സാറേ, ഞാൻ കസേര എടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, ഈ ഫയലൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടി വന്നോ. ഓക്കെ. ആകാശ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, രാവിലെ തന്നെ മാഡത്തിന്റെ മടയിൽ പോയിരിക്കുകയായിരുന്നോ? എന്താ കാര്യം? കൊല്ലാനോ വളർത്താനോ? ശ്രേയമ്മയുടെ ആകാശിനോട് ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ കൊണ്ട് കൊടുത്തു. മടയിൽ ചെന്ന് പാത്ത് മേടിക്കണ്ട. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടു കൊടുത്തേക്കാം. മുരുക സാറേ, ഞാനേ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വരാം. മാഡം ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ശരി സാർ. മാഡം, ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് വാ, ഇരിക്കും. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായി ചെയ്തില്ലേ? അതെല്ലാം ഓക്കെയാണ് മാഡം. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, അത് ചോദിക്കാനാണ് ഞാൻ നേരിട്ട് വന്നത്. എന്താ പ്രസിഡന്റ് സംശയം? ആ പായപ്പാട് രമേശിനെ മെമ്പറൊക്കെ ആക്കുന്ന എന്തിനാ? മാഡം വിളിച്ചു പറഞ്ഞതനുസരിച്ചാ ഞാൻ മാഷിന്റെ വീട്ടിൽ ചെന്ന് രമേശിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്ത് കണ്ടിട്ടാ ആ രമേശിനെ മെമ്പർ ആക്കാൻ പറഞ്ഞത്? എന്താ മാഡം ചിരിക്കുന്നത്? രമേശിനെ രാഷ്ട്രീയത്തിന് കൊള്ളാതെ ഒരുത്തനാ. ഞങ്ങൾ തന്നെ അവരെ പോസ്റ്റ് ഒട്ടിക്കാനും ധർണയ്ക്കൊരു മൂലക്കിരുത്താനും ഒക്കെയാ കൊണ്ടു നടക്കുന്നത്. വെറും ഒരു അണിയായ ആ രമേശിനെയാണോ മെമ്പർ ആക്കാൻ പറഞ്ഞത്? ആര് പറഞ്ഞു രമേശിനെ മെമ്പർ ആക്കണോന്ന്? മാഡം, മനസ്സിലായില്ല. രമേശിനെ മെമ്പർ ആക്കണോന്ന് ഞാൻ പറഞ്ഞില്ല. അയാളോട് അങ്ങനെ പറഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോ വെറുതെ പറഞ്ഞതാണോ മാഡം? കുറച്ചു ദിവസം കഴിഞ്ഞ് എന്റെ കല്യാണം. ആ വീട്ടിലേക്ക് മരുമകളായിട്ട് ചെന്ന് കയറാൻ പോവാ. അതിനെനിക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതിനവിടെ ചിലരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. മെമ്പർ ആവാൻ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് രമേശനും ഭാര്യയും എന്റെ കൂടെ ഉണ്ടാവണം. അതിനുള്ളൊരു ചെറിയ നുണയാണ് ഈ മെമ്പർ സ്ഥാനം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിഴങ്ങേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. മനസ്സിലായോ പ്രസിഡന്റെ? ഓ, എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. എന്റെ ഗ്രൂപ്പിലുള്ളവർ നോട്ടമിട്ടിരുന്ന വാർഡാ ആമകരി. മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ആ കിടങ്ങറ ചെറിയ പാലത്തിന്റെ കോൺട്രാക്ട് അത് പ്രസിഡന്റിന്റെ ബിനാമിക്കുള്ളതാ. സന്തോഷം. എന്നാ ഞാൻ പോട്ടെ. ശരി ശരി മാഡം. അല്ല, അച്ചിക്കുട്ടി വരുന്നില്ലേ മാല സെലക്ട് ചെയ്യാൻ? രമേശ് ചേട്ടൻ പോയാൽ മതി.
ഞാൻ ഓട്ടോയിലിരുന്നോളാം. ആ ദാ 700 രൂപയുണ്ട്. നല്ല മാലയും ബൊക്കെയും വാങ്ങിച്ചു. ഓക്കെ അച്ചുകുട്ടി. ഈ മെമ്പർ രമേശന് മാലയ്ക്ക് എന്തിനാ കാശ്? ഈ 200 പോക്കറ്റിൽ ഇരിക്കട്ടെ. ചേട്ടാ നല്ലൊരു മാലയും ബൊക്കയും വേണം. എന്താവശ്യത്തിനാ? മാല എന്തിനാ? കഴുത്തിലിട്ട് കൊടുക്കാൻ. പൂക്കട നടത്തിയിട്ട് ചേട്ടന് അതറിയത്തില്ലേ? അതല്ല, കല്യാണോ സ്വീകരണോ അതിലേതിനാ? ഓ അതാണോ? നന്ദി പ്രകാശനത്തിന് ഓ നന്ദി പറഞ്ഞ് ഇട്ടു കൊടുക്കണം. ഓ ഇതൊന്ന് നോക്കിയേ. ഇതിനെത്ര റേറ്റ്? അതിന് 800. ആ ഓക്കെ, അതെടുത്തു. ആ എടുത്തു. ആ പിന്നെ ഇനി ഒരു ബൊക്ക കൂടി വേണം. അതും ഇതുപോലെ നന്ദി പ്രകാശനത്തിന് കൊടുക്കാനാ. മാലയും ബൊക്കയും ചേർത്ത് 1200. അതെ, ഈ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല, ആരാ? ആമക്കരി വാർഡിലെ മെമ്പറാകാൻ പോകുന്ന ആളാ. കേട്ടിട്ടുണ്ടാവും, രമേഷ് പായിപ്പാട്. ഞാൻ കേട്ടിട്ടില്ല. എന്നാ ഇനി കേട്ടോളൂ. പാർട്ടി ആവശ്യത്തിനാ മാലയും ബൊക്കയൊക്കെ. അതുകൊണ്ട് ഇത് തന്റെ വകയാണെന്ന് ഞാൻ പ്രത്യേകം പറയാം. ഓക്കെ? എടോ, കാശ് വന്നിട്ട് പോടോ. എന്നെയാണോ താനെന്ന് വിളിച്ചേ? ഒരു മെമ്പറോട് താൻ സംസാരിക്കുന്നത് ഓർമ്മ കാണാം. മെമ്പർ ആയില്ലല്ലോ. മെമ്പർ ആവുമ്പോ ഞാൻ മാറ്റി വിളിച്ചോളാം. മര്യാദയ്ക്ക് കാശെടുക്ക്. കാതലിട്ട് ഇറങ്ങിക്കോളും നല്ല രാഷ്ട്രീയക്കാരുടെ പേര് കളയാനായിട്ട്. എന്തേലും ആവശ്യം പറഞ്ഞേ പഞ്ചായത്ത് ഓഫീസിലേക്ക് വാ. അപ്പൊ കാണാം കേട്ടാ. അച്ചുക്കുട്ടി ഒന്ന് 200 മുക്കാമെന്ന് വിചാരിച്ചതാ. ഇപ്പൊ കൈയിരുന്ന് 500 പോയി. തുടക്കം തന്നെ നഷ്ടമാണല്ലോ. ആ സാരമില്ല, മെമ്പറാവാൻ പോവല്ലേ. പഞ്ചായത്ത് ഓഫീസിൽ നല്ലപോലെ കൈയിട്ട് വരാം. അച്ചുക്കുട്ടി പോവാ. ആ ചേട്ടാ വിട്ടു. ചേട്ടാ രമേശേട്ടന്റെ ആഗ്രഹം ശ്രേയ നടത്തി കൊടുക്കും നീ പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നാ അതൊന്നുമില്ല.